കഴിഞ്ഞപ്പ തന്നെ കന കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, എൻ്റെ ആ മാതാവിൻ്റെ ആ കൈ കണ്ടോ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവനെ നെഞ്ചോട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൈ പൊങ്ങുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഞങ്ങൾ അത്രയും സ്നേഹത്തിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ മറ്റുള്ള ആൾക്കാർക്കാണ് ഇത് കാണുമ്പോഴുള്ള വിഷമം. ഒരിക്കലും ഒരു സ്നേഹക്കുറവോ പ്രശ്നങ്ങളോ ഞങ്ങളെ മാനസികമായിട്ട് ഞങ്ങളുടെ ഉള്ളിലില്ല. ഇത് ഇവരെ വയസ്സായ ആൾക്കാരെ പിരികയറ്റുക എന്ന് പറയും മലയാള ഭാഷയിൽ. അങ്ങനെ കയറ്റുമ്പോൾ കെട്ടിച്ചു കൊടുത്ത പെങ്ങന്മാർ അവരെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ വന്ന് പിരികയറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് അവർക്ക്. ഇങ്ങനെയൊക്കെ മാതാവിനെ നോക്കുമ്പോഴും ആരും തിരിഞ്ഞു നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഉമ്മാനൊക്കെ നോക്കുന്നത്. അപ്പോൾ അത് ആൾക്കാരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ തെളിവുകൾ ഞാൻ പുറത്തിടുന്നത്. ഉമ്മാക്ക് വയ്യാതെയായിട്ട് നമ്മൾ ചാവക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു, അതിനുശേഷം ഹയാത്തിൽ കൊണ്ടുപോകണു, അതിനുശേഷം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണു. ഇതിനൊക്കെയാണ് നമ്മൾ മിസ്സിങ് കേസ് എന്നിട്ട് വീട്ടിൽ നിന്ന് പെങ്ങന്മാർ പിരികേറ്റിട്ട് ഉപ്പ പോയിട്ട് കേസ് കൊടുത്തത്. വേറെ ഒന്നുമല്ല. അദ്ദേഹം അത് ചിന്തിക്കാൻ അദ്ദേഹത്തിന് നല്ല പ്രായമുള്ളതാണല്ലോ ഉപ്പ എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്ന നാട്ടുകാരും ആൾക്കാരും നിങ്ങളത് ആലോചിക്കേണ്ട വിഷയമായിരുന്നു. ഒരാളെ ഇങ്ങനെ എന്താ പറയാ, ഒരാളെങ്ങനെ അച്ചാപിട്ടി താഴ്ത്തുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത് ഒരു വയസ്സായ ആൾക്കാരെ. ഈ മിസ്സിംഗ് കേസിൽ 3-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഉമ്മയും വൈഫും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനുശേഷം 4-ാം തീയതി കാലത്തുള്ള വീഡിയോ ആണിത്. ഒരാളും അവിടേക്ക് പെങ്ങന്മാരോ അളിയന്മാരോ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനോ അത് ഒരു ഫോൺ ചെയ്യാൻ പോലും അവർ ആരും ശ്രമിച്ചിട്ടില്ല. അതാണ് ഇതിലത്തെ രസം. എല്ലാ കാര്യത്തിനും നമ്മൾ ഒറ്റയ്ക്കാണ് അവിടെ വൈഫ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ എറണാകുളത്ത് നിന്ന് അവിടെ എത്തുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വെറുതെ എന്തെങ്കിലും കേൾക്കും കാളെ പറ്റുമെന്ന് പറയുമ്പോഴും കയറെടുത്തിട്ട് ഓടരുത് ആരും. ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് ഓടിക്കഴിച്ച് ഉമ്മയുടെ അടുത്ത് എത്തി. ആ സമയത്ത് ഉമ്മ എന്നെ കണ്ടപ്പോഴുള്ള ഒരു വിഷമം നോക്കുക. ആരുമില്ല, അവരെ ഈ പെങ്ങന്മാരോ ആൾക്കാരോ ആരും അവിടെ ഉണ്ടായില്ല, നാട്ടുകാരോ ആരും ഉണ്ടായില്ല. ഞാൻ തന്നെ നോക്കണമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾ അവരുടെ സ്നേഹമൊന്നും ഞങ്ങൾ തമ്മിലൊരു വിഷയമില്ല. നിങ്ങൾക്ക് തോന്നണതല്ല, ഈ പെങ്ങന്മാർ പറയുന്നതല്ല. നാട്ടുകാരത് മനസ്സിലാക്കണം. അവർക്ക് അവരെ എന്തെങ്കിലും നുണയോ കാര്യങ്ങളോ പറഞ്ഞാൽ മതി. അത് കേട്ട് വിശ്വസിക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. 23 വർഷങ്ങൾക്ക് മുൻപ് ഒരു പഴയ വീട്ടിൽ നിന്ന് 2 പെങ്ങന്മാരെയും കെട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനും ഉപ്പയും ഉമ്മയും ഇറങ്ങുന്ന ഈ ഫാമിലി വേറൊരു സ്ഥലം വാങ്ങി അതിൽ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച വീട്ടിൽ അവകാശം ചോദിച്ചു കൊണ്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിന് ഉമ്മയും കൂടി ഉപ്പേനും കൂടി അതിന് കൂട്ടുപിടിച്ചിട്ട്, പെൺകുട്ടികളല്ലേ, കൂട്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മാക്കൊരു ഇത് വരുമല്ലോ. അങ്ങനെ കൂട്ടുപിടിച്ച് ആ ഫിംഗർ പ്രിൻ്റ് വെച്ച് കേസ് കൊടുത്ത, കളക്ടറേറ്റിൽ കേസ് കൊടുത്ത ഉമ്മയാണ് എന്നെ മാറോട് ചേർത്തെടുക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ സത്യാവസ്ഥ. അവരെ ഇങ്ങനെ പിരികേറ്റി അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. അവരെ കൊണ്ട് പറയിപ്പിക്കണം, നാടകം കളിപ്പിക്കണം. അവരെ കൊണ്ട് എത്ര നാടകം കളിച്ചാലും മുകളിൽ ഒരാൾ സംവിധാനം ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന് ഒരു ക്ലൈമാക്സ് വരും. അപ്പോൾ ഇത് പലർക്കും ഇത് അറിയില്ല, നമ്മളിത് പറയണമില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാൻ വേണ്ടി മാത്രം ചാട്ടം കൂട്ടി ഓരോ കഥകൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവർ വയസ്സായത് കൊണ്ട് ഇവരെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇവിടെ വേറെ വിഷയങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വത്തിൻ്റെ പേരും പറഞ്ഞിട്ട് സ്വന്തം ഉമ്മാനെ നോക്കുന്നത് ശരിയല്ല എന്ന് പറയിപ്പിക്കുക. അവരെ കൊണ്ട് നാടകം കളിപ്പിക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവും, ഒരു നാൾ വരും എല്ലാവർക്കും. ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ ഭയങ്കര രസമാണ്. ഇവരൊക്കെ ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാർ. ഇവരാകുമ്പോ കെട്ടിത്തരൂക്ക വേദന എടുക്കുന്നതിന് എന്തിനാ ആശുപത്രിയിൽ കൊണ്ടിട്ട് ആര് അങ്ങനെ തന്നെ പറഞ്ഞു.
ഇക്കയും കൂടിയിട്ട് വരുന്നുണ്ട്. ഒരുപാട് തവണ നിങ്ങൾ അയാളെ താഴ്ത്തി കെട്ടിയിട്ടും ഒരുപാട് തവണ ചവിട്ടി താഴ്ത്തിയിട്ടും അവനൊരു ചെറിയ ചിരിയോട് കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ ഇടയിൽ അവന് ജീവിച്ച് പോകാൻ അവന് പറ്റുന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് ഓർത്തു വെച്ചോ. അധികം വൈകാതെ തന്നെ നിങ്ങളുടെയൊക്കെ മുഖം അവന്റെ മുമ്പിൽ താഴ്ത്തേണ്ട ഒരു ദിവസം വരാനുണ്ട്.